ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ല എല്ലാവർക്കും. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ആകെ അടച്ചു കൂട്ടിക്കണം കേട്ടോ. നമ്മുടെ പണിക്കാർ വന്നതിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം നല്ല പൊടിയുണ്ട്, അതുകൊണ്ടാണ് ഈ ഭാഗമൊക്കെ ഞാൻ ഷീറ്റ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ചായ കുടി പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ചോറുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത്ര ഉണ്ടാക്കിയാൽ മതി. നിയമോള് കാര്യമായിട്ട് ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഫോൺ വാങ്ങിയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നത് കേട്ടോ. അപ്പൊ അതിന്റെ പരിഭവം പറിച്ചിലാണ് അത്ര കാണിച്ചാൽ മതി, അത്ര എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ നൊടിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് കോളിഫ്ലവർ ആണ് കേട്ടോ. അത് ഞാൻ ചെറിയതായിട്ട് തോരൻ വെക്കാന്ന് വിചാരിച്ചിട്ടേ ചെറിയ രീതിയിൽ അരിഞ്ഞെടുക്കുകയാണ്. പിന്നെ മത്തനുണ്ട്, അപ്പൊ അത് കറിയും വെക്കാന്ന് വിചാരിച്ചിട്ട് ആണ് കേട്ടോ. അങ്ങനെ ഒരു മൂടി കിട്ടിയ ദിവസമൊന്നുമല്ല കേട്ടോ. കണ്ടാ ഒരു മൂടിയ ദിവസം പോലെയൊക്കെ തോന്നുന്നുണ്ടല്ലേ? കാരണം ചുറ്റുപാടും ഇങ്ങനെ അടച്ച് വെച്ചിട്ടാണ് കേട്ടോ. എന്നാൽ തന്നെ പൊടികൾ വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളങ്ങനെ അടച്ചിട്ടില്ലെങ്കിൽ മൊത്തം ഭയങ്കരമായിട്ട് പൊടികൾ പാറിയും കൊണ്ട് അങ്ങനെ രീതിയിലാണ് കേട്ടോ. കണ്ടങ്ങള് ഓരോ കരങ്ങളൊക്കെ ഇടക്ക് വന്നു പോണത് ഇതൊക്കെ നിയമോളുടെ സ്വന്തമാണ് കേട്ടോ. നിയമോക്ക് ഇപ്പോൾ ഫോണ് അങ്ങനെ അധികമൊന്നും ഫോണിൽ എപ്പോഴൊന്നും കളിച്ചാത്ത ആളാണ്. പക്ഷെ അന്നിപ്പോൾ എന്തിയാവോ വീഡിയോ എടുക്കണം ഇങ്ങനെ ഒരു ഫോണിൽ കളിച്ചാനുള്ള ഒരു ത്വരയിന് കേട്ടോ അവൾക്ക്. മത്തൻ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്തു കണ്ടോ. അതിൻ്റെ ഇടയ്ക്ക് കടന്നൽ കുത്തിയ പോലെ ഒരാൾ പോയത് കണ്ടങ്ങള് ഫോണ് കൊടുക്കാത്തതിൻ്റെ ദേഷ്യമാണ് കേട്ടോ. അപ്പോൾ അവിടെ മത്തൻ കഷ്ണങ്ങളൊക്കെ ഞാൻ കുക്കർക്ക് ഇട്ടെടുത്ത് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. പിന്നെ കോളിഫ്ലവർ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെച്ചിരിക്കണം കേട്ടോ. എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അതിക്ക് വേണ്ടിയിട്ടുള്ള സവോള തക്കാളി കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കണം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓരോന്നോരോന്നായിട്ട് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. തക്കാളി അരിഞ്ഞ പാടനെ വേഗം ഒരു പാത്രത്തിൽ മാറ്റണം കേട്ടോ. കാരണം നല്ല പോലെ അതിൻ്റെ നീരിങ്ങനെ ഒലിച്ച് പോവാണ് കേട്ടോ. അപ്പം അത് നമുക്ക് കറിയിലിടാൻ കിട്ടൂല. അപ്പോൾ പിന്നെ ഞാൻ വേഗം അത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മത്തൻ കറി റെഡി ആയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വേഗം കടുക് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നമ്മുടെ കുക്കർക്ക് വെച്ചെടുത്തു. അപ്പം അങ്ങനെ നമ്മുടെ കറി റെഡി ആയിക്കണ്. റെഡിയാവുന്ന സാധനങ്ങളൊക്കെ വേഗം ഇവിടുന്ന് അടച്ചിട്ട് മെല്ലെ അപ്പുറത്ത് മഞ്ചമ്മ കൊണ്ടുപോയിക്കണം കേട്ടോ. കാരണം അവിടേക്ക് വല്ലാതെ അങ്ങോട്ട് പൊടി വരുന്നില്ല. ഇതാക്കണേ അടുക്കളയ്ക്ക് ഇതായിപ്പോൾ നല്ല പോലെ പൊടി വരുന്നുണ്ട് കേട്ടോ. കാരണം പുറത്ത് ഒലി കുത്തി പൊളിച്ചിരുന്ന സമയത്താണ് നല്ലോണം അങ്ങനെ പൊടി വരിക. പൊടി വന്ന് നമ്മുടെ ഓരോ പാത്രത്തുമ്മലും എന്താ സ്റ്റോർ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ക്ലീൻ ആക്കൽ ഒരു പണി തന്നെയാണ്. അതിൻ്റെ അടുക്കത്തെ ഒരാൾ നല്ല ഉറക്കേനി കേട്ടോ. ഉറക്കത്തുനിന്ന് എണീച്ച് വന്നിക്കണേ. ഓളോട് വിളിച്ചാ കണ്ടേ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കോളിഫ്ലവർ റോസ്റ്റൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിന് കേട്ടോ.
ഇന്ന വെള്ളത്തിൽ ഇങ്ങനെ വറ്റിച്ച് കണ്ട് എടുത്തിട്ടാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് റെസിപ്പി ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. സാധാരണ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ നമുക്ക് എന്താവശ്യമായിട്ടുള്ള മസാലകളൊക്കെ ചേർത്തിട്ട് അങ്ങനെ അങ്ങോട്ട് വേഗം സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ജനുമോൻ അതാ വരുന്നത്, ഇതിൻ്റെ ട്രൈപോഡൊക്കെ വലിച്ചിടും. അതൊക്കെ ഇനി വേഗം മാറ്റിയൊക്കെട്ടെ. അപ്പോൾ ഞാൻ കുറച്ച് ക്യാരറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഞാൻ കുറച്ച് ബദാമും പിന്നെ കുറച്ച് ഓട്സും, ക്യാരറ്റ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് ഒരു ജ്യൂസ് അടിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിന്. ആ ഭാഗമൊന്നും ക്യാമറയിൽ കിട്ടിയില്ല കേട്ടോ. അപ്പം പിന്നെ ഉച്ചയാവുന്ന സമയത്ത് ഓല് പോകുമല്ലോ. അപ്പം ആ പോയ സമയത്താണ് ഞാൻ ഇവിടെയൊക്കെ മുറ്റടിച്ചു വരുന്നത് കേട്ടോ. മുന്നിലെ മുറ്റടിച്ചു വരിയിട്ടുണ്ടായിനി, അപ്പോഴേക്കും ഓല് വന്നു. അപ്പോൾ പിന്നെ ഈ ഭാഗമൊന്നും ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഉച്ച കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് മഴ ചാറിയിട്ടുണ്ടെങ്കിൽ കേട്ടോ, നല്ല മഴ എന്നൊന്നും പറയാനില്ല. ഉച്ച കഴിഞ്ഞപ്പോൾ ഓൽക്ക് സിറ്റ് ഔട്ടിൽ കഴിഞ്ഞിട്ടോ പണി, അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഒച്ചയുണ്ടായിനെ. അപ്പോൾ സെനിമോനിപ്പോൾ ഒക്കത്ത് കയറിയും കൊണ്ടാണ്, സെനിമോന് കരഞ്ഞ സൗണ്ടാണ് കേട്ടോ കേട്ടിട്ടുണ്ടായിനിയത്. അപ്പോൾ വെള്ളി നക്ഷത്രത്തിലുണ്ടല്ലോ ഒരാൾ ചിരിക്കുമ്പോൾ ഒരാൾ കരയണ്, അന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു 10 മിനിറ്റ് നേരം കരയും, അത് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് ചിരിക്കും, വീണ്ടും കരയും. ഇതാണ് കേട്ടോ അവസ്ഥ. അപ്പം എൻ്റെ ഒക്കത്ത് കയറിയിട്ട് ആണ് പരിപാടി. അപ്പം ഞാനൊക്കത്ത് വെച്ചിട്ട് വേണം ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കാൻ. ഒരു 2-3 മുട്ട ഉണ്ടായിനി, ബ്രെഡും ഉണ്ടായിനി. അപ്പം എന്നാൽ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാൻ വിചാരിച്ച്. ഓനൊക്കത്തും വെച്ച് പണിയെടുക്കൽ കുറച്ച് റിസ്ക് ആണ് കേട്ടോ. ഓൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈയും കാലൊക്കെ ഇട്ട് വലിച്ചും. അപ്പം അതുകൊണ്ട് വല്ല അജുവിൻ്റെ അടുത്ത് ഏൽപ്പിച്ച് വന്നിട്ട് ഞാൻ വേഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പം ഞാൻ വീണ്ടും സെനുമോനൊക്കത്തൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ബാക്കി കടി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കുറച്ച് സമയം മെഷീൻ്റെ ഒച്ചയൊന്നും കേൾക്കണില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നല്ല ആക്റ്റീവായിട്ട് സെനുമോൻ അവിടെ ബ്രെഡൊക്കെ തിന്നത് തീർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചായയും കടിയൊക്കെ വേഗം റെഡിയാക്കിയാണ്ട് കൊടുത്തേക്കണം കേട്ടോ. ഇന്നിപ്പോൾ കുഞ്ഞുട്ടിക്ക് പണിയുള്ള ദിവസമായതുകൊണ്ട് അജുവാണ് കേട്ടോ ചായ കൊണ്ടുപോയി കൊടുക്കുന്നത്. അപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ഇനി ബാക്കി നമ്മളെ പരിപാടികളാണ് കേട്ടോ. പാത്രങ്ങൾ കഴുകുക, അങ്ങനെയുള്ള പണികളൊക്കെയാണ്. അപ്പോൾ ഈ അടുക്കളയുടെ ഭാഗത്തൊക്കെ കുറേയൊക്കെ കുത്തിപ്പൊളിയൊക്കെ കഴിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഇനി അവിടുന്ന് ഇങ്ങനെ വല്ലാണ്ട് പൊടികൾ പാറൊന്നുമില്ല. പിന്നെ പൊടികൾ പാറിയ പാത്രങ്ങൾ ഒന്നും ക്ലീൻ ആക്കിയിട്ടില്ല കേട്ടോ. അത് അടുത്ത ദിവസം നമുക്ക് ക്ലീൻ ആക്കണം. കാരണം എല്ലാം കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കിയിട്ടേ കാര്യമുള്ളൂ. ആവശ്യത്തിന് ഇങ്ങനെ എടുക്കുന്ന പാത്രങ്ങൾ കഴുകിയിട്ട് എടുക്കുക, അതാണ് ഇപ്പോൾ ചെയ്യണ പരിപാടി കേട്ടോ. അത് നമുക്ക് അടുത്തൊരു വീഡിയോ, ക്ലീനിങ് വീഡിയോ ആയിട്ട് ഇടാട്ടോ. അപ്പോൾ ഞാൻ വേഗം പാത്രത്തിൽ കഴുകിയിട്ട് പിന്നെ അകം അടിച്ചു വാരിയിട്ടില്ല, തുടച്ചിട്ടില്ല, കുഴിച്ചിട്ടില്ല, അങ്ങനെയുള്ള പണികളൊക്കെ പെൻഡിങ്ങിലാണ് കേട്ടോ. കാരണം ഓല് പോയി കഴിഞ്ഞിട്ടേ പിന്നെ ബാക്കി പണികളൊക്കെ നടക്കുകയുള്ളൂ. അപ്പം ഞാൻ വേഗം അടിച്ചു വാരിയിടട്ടെ. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് തുടച്ചാലും കുഴപ്പമില്ല. മക്കൾ ഒക്കെ വീട്ടിൽ ഉണ്ടായതുകൊണ്ട് കുറേ അധികം ചപ്പ് ചവറുകളൊക്കെ ഓല വക പേപ്പർ കീറിയിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തമായിട്ടൊന്ന് അടിച്ചു വാരിയിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. അടിച്ചു വാരലൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വല്ലാണ്ട് പൊടി പാറി വരുന്നൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചിരുന്ന വേഗം തുടയും കൂടി കഴിച്ചാൽ. അപ്പോൾ ഗ്യാസൊക്കെ തുടച്ചിട്ട് വീതനയൊക്കെ തുടച്ചതിന് ശേഷം വേണം നമ്മൾ നിലക്കൊന്ന് ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കാൻ.
അങ്ങനെ ഒരു 5:30 ആയപ്പോഴത്തേന് പണിക്കാർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പണിക്കാരൊക്കെ പോയതിന് ശേഷം ഞാൻ പെരയിലൊക്കെ ഒന്ന് വന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചെന്ന ആ കുത്തിപ്പൊളിച്ച സ്ഥലത്തൊക്കെ ഇതാ പൈപ്പൊക്കെ ഇട്ട് ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ. ഇനി കഴിഞ്ഞിട്ടില്ല, കുറച്ച് സ്ഥലം കൂടി ഇടാനുണ്ട്, ബാക്കി നാളെ എടുക്കും. ഇന്ന് ചെയ്ത സ്ഥലത്തൊക്കെ ഇതേപോലെയൊക്കെ ഒക്കെ റെഡിയാക്കിക്കണം കേട്ടോ. ഇനിയിപ്പോൾ തേപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ വെക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട്. അസ്സലാമു അലൈക്കും, ബൈ ബൈ.